ഒരു കാലത്ത് വില്ലോപ്പി എന്ന വിചിത്രമായ ഗ്രാമത്തിൽ ജാമി എന്ന ഒരു ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു. മെക്കാനിക്കൽ കാര്യങ്ങളിൽ ജെമി എപ്പോഴും ആകൃഷ്ടനായിരുന്നു. അവന്റെ മുറി കളിപ്പാട്ട കാറുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. കണ്ടുപിടുത്തക്കാരെയും അവരുടെ സൃഷ്ടികളെയും കുറിച്ചുള്ള കഥകൾ അദ്ദേഹത്തിന്റെ പുസ്തക ഷെൽഫിൽ നിറഞ്ഞിരുന്നു. ഒരു വെയിൽ നിറഞ്ഞ ഉച്ചതിരിഞ്ഞ് ജെമി മുത്തശ്ശിയുടെ വീടിന്റെ അട്ടികയിൽ പര്യവേക്ഷണം നടത്തുമ്പോൾ അസാധാരണമായ എന്തോ ഒന്ന് അയാൾക്ക് ലഭിച്ചു. മുമ്പ് കണ്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചെറിയ കാർ. അത് പൊടിയിൽ മൂടിയിരുന്നു. അതിന്റെ രൂപകൽപ്പന പഴയതും ഭാവിയുടേതുമാണെന്ന് തോന്നി. ജെമി കാർ താഴേക്ക് കൊണ്ടുപോയി സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്നതുവരെ മൃദുവായി കഴുകി. ആ രാത്രിയിൽ ജെമി കിടക്കയിൽ കിടക്കുമ്പോൾ ഒരു മൃദുവായ വൃത്താകൃതിയിലുള്ള ശബ്ദം അയാൾ കേട്ടു. അയാൾ വിളക്ക് ഓണാക്കിയപ്പോൾ ജനൽപ്പടിയിൽ മങ്ങിയതായി തിളങ്ങുന്ന മാന്ത്രിക കാർ കണ്ടു. കൗതുകത്തോടെ ജെമി കാർ തൊടാൻ കൈനീട്ടി. അത് ഷെൽഫിൽ നിന്ന് ചാടി വായുവിൽ പറന്നു. ആ ദിവസം മുതൽ ജെമിയുടെ ജീവിതം നാടകീയമായി മാറി. എല്ലാ ദിവസവും രാവിലെ സ്കൂളിന് മുമ്പ് അവൻ തന്റെ സ്വപ്നങ്ങൾ കാറിനോട് മന്ത്രിക്കുകയും അത് അവന്റെ ചുറ്റും പറക്കുന്നത് കാണുകയും ചെയ്തു. ഓരോ വാക്കും മനസ്സിലാക്കുന്നതായി തോന്നി. ജാമിയുടെ സുഹൃത്തുക്കൾ തന്റെ മാന്ത്രിക കാറിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. പക്ഷേ വളരെ കുറച്ചുപേർ മാത്രമേ അവനെ വിശ്വസിച്ചുള്ളൂ. കാർ ഒരു അത്ഭുതകരമായ കളിപ്പാട്ടം മാത്രമല്ല, ജാമിയെ നയിക്കാനുള്ള ശക്തി അതിനുണ്ടായിരുന്നു. അവൻ ഒരു വെല്ലുവിളി നേരിടുമ്പോഴോ അനിശ്ചിതത്വം തോന്നുമ്പോഴോ അവൻ കാറുമായി തന്റെ ചിന്തകൾ പങ്കുവയ്ക്കുമായിരുന്നു. എങ്ങനെയോ അത് അവന്റെ മനസ്സിൽ ഒരു ആശയമോ പരിഹാരമോ പ്രചോദിപ്പിക്കും. അവന്റെ മാതാപിതാക്കളും ഒരു വ്യത്യാസം ശ്രദ്ധിച്ചു. ജാമി കൂടുതൽ ആത്മവിശ്വാസമുള്ളവനായി. അവന്റെ ഗ്രേഡുകൾ മെച്ചപ്പെട്ടു. ഒരു വാരാന്ത്യത്തിൽ ജാമി തന്റെ സ്കൂളിലെ ശാസ്ത്രമേളയിലേക്ക് കാർ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അവിടെ വിവിധ പ്രോജക്റ്റുകൾക്കിടയിൽ മാന്ത്രിക കാർ മധ്യത്തിൽ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രദർശനം ഉണ്ടായിരുന്നു. വിധികർത്താക്കൾക്ക് അതിന്റെ അതുല്യമായ കഴിവുകൾ അദ്ദേഹം വിശദീകരിച്ചപ്പോൾ കാർ സജീവമാകുന്നതായി തോന്നി. അത് ഉയർന്നുവന്ന് സങ്കീർണമായ ലൂപ്പുകളുടെയും തിരിവുകളുടെയും ഒരു പരമ്പര അവതരിപ്പിച്ചു.